വയനാട് ദുരന്തത്തിൽ കഴിയുന്നവർക്ക് സാന്ത്വനമേകാൻ കോഴിക്കോട് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലയിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും ഓഗസ്റ്റ് 22-ന് കാരുണ്യ യാത്ര നടത്തും. എത്ര ചെറിയ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനുള്ള അവസരമാണ് ഈ യാത്രയിലൂടെ ലഭിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഫെഡറേഷന്റെ നിർദ്ദേശപ്രകാരം 25 വീടുകൾ അവിടെ നിർമ്മിച്ചു കൊടുക്കാമെന്നാണ് ഫെഡറേഷൻ ഞങ്ങൾക്ക് ആഹ്വാനം. ആ ചടങ്ങ് ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലാ കളക്ടർ വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്ന ദുരിതബാധിതർക്കു വേണ്ടി ഓഗസ്റ്റ് 22-ന് ജില്ലയിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും വയനാട്ടിലേക്ക് ഒരു കൈത്താങ്ങായി ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് ശേഖരണാർത്ഥം സർവീസ് നടത്തുമെന്ന് കോഴിക്കോട് ഡിസ്ട്രിക്ട് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ബസ് കയറിയാൽ ഒരു ഉറുപ്പിയാവുന്നെങ്കിൽ അതായത് ഇതിലുണ്ട് പോക്കറ്റില്ല, 100 ഉറുപ്പിക ഉണ്ടെങ്കിലുള്ള 10,000 ഉണ്ടെങ്കിലുള്ള അങ്ങനെയുള്ള ഒരു സംരംഭത്തിനാണ് ഞങ്ങൾ മുൻതൂക്കം കൊടുക്കുന്നത്. ഇതിൽ നിന്ന് എത്ര പൈസ കിട്ടുന്നു അവർ ഇതിലൊരു ഉറുപ്പിയും ആർക്കും നഷ്ടപ്പെടാതെ ആ എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കാനുള്ള ഒരു ബാധ്യത ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം. കാരണം എന്താ പറയുക, ഇന്ന് കേരളത്തിലെ പല ഭാഗങ്ങളും കോഴിക്കോടിൻ്റെ തന്നെ റോഡ് മുക്കാലൊതിയും പൊട്ടിപ്പൊളിഞ്ഞ് നാമാവിശേഷമായി കഴിഞ്ഞു. ഈ റൂട്ടിൽ കൂടിയൊക്കെ സർവീസ് നടത്തി ആണ് ഇപ്പോൾ ഞങ്ങളും മുന്നോട്ട് പോകുന്നത്. എങ്കിലും ഇങ്ങനെയാണ് രാത്രി ഉറങ്ങാൻ കിടന്ന ആളുകൾ നേരം വെളുത്ത് നോക്കുമ്പോൾ മണ്ണിനടിയിലായി പോവുക എന്ന് പറഞ്ഞാൽ അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഇതിനോട് സഹകരിക്കണം, ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളൊരു ബോധം വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു സംരംഭം ഞങ്ങൾ മുൻകൂട്ടി കണ്ടത്. യാത്രക്കാർ വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാനുള്ള അവസരമായി സർവീസിനെ കാണണമെന്ന് കോഴിക്കോട് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളായ KT വാസുദേവൻ, TK ബീരാൻകോയ, സാജു MS, അബ്ദുൾ സത്താർ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.